പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25, 26 തീയതികളിൽ ഇസ്രായേൽ സന്ദർശിക്കും. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ സന്ദർശനം ഒരു യാദൃശികമായ ഒരു സന്ദർശനമല്ല. ഒരു വർഷം മുമ്പേ തന്നെ ഈ സന്ദർശനത്തിന് മുന്നൊരുക്കം നടന്നിരുന്നുവെന്നും ഈ സന്ദർശനത്തിൽ ഒരു വലിയ ആയുധ കരാർ ഒപ്പിടുന്നുണ്ട് എന്നുമാണ് പുറത്തുവരുന്ന വിവരം. ഏതൊക്കെ ആയുധങ്ങളാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയൊന്നും തന്നെയില്ല. ഇരു രാജ്യങ്ങളും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ലേസർ ബാലിസ്റ്റിക് മിസൈൽ, അതായത് ഇസ്രായേൽ ലേസർ ബാലിസ്റ്റിക് മിസൈൽ രംഗത്ത് ലോകത്തിലെ തന്നെ ഒന്നാമത്തെ രാജ്യമാണ്, മികച്ച രാജ്യമാണ് ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ. അവരുടെ ലേസർ ബാലിസ്റ്റിക് മിസൈൽ ഇനി മുതൽ ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് സംയുക്തമായി വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യയും ആയിട്ട് സംയുക്തമായി നിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യും. ഇതിന്റെ എല്ലാം സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കൈമാറാൻ ഇസ്രായേൽ കഴിഞ്ഞ വർഷം തന്നെ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ സെക്രട്ടറി, അതായത് പ്രതിരോധ സെക്രട്ടറി ആർ.കെ. സിംഗ് ഇസ്രായേലിലെത്തി ഇത് സംബന്ധിച്ചൊരു ധാരണ വരുത്തിയിരുന്നു. ആ ധാരണാപത്രം കൂടിയാണ് ഇവിടെ ഒപ്പിടാൻ പോകുന്നത്. കാരണം ഇനിയിപ്പോൾ ഒരു ആധുനിക യുദ്ധമാണ് എല്ലാവരും അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ലേസർ അധിഷ്ഠിതമായ ആയുധങ്ങൾക്ക് തന്നെ ആയിരിക്കും മുൻതൂക്കം. AI കാലമാണ് ഇപ്പോൾ. വിവിധ രാജ്യങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളിലൊക്കെ AI ആണ് വലിയ രീതിയിൽ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും കൃത്യമായ ആക്രമണം ഇന്ത്യൻ സേന നടത്തിയത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ലേസർ ബോംബുകളും ലേസർ ബാലിസ്റ്റിക് മിസൈലുകളും ലേസർ പ്രതിരോധ സംവിധാനത്തിലുമൊക്കെ നിർമ്മാണത്തിലും ഒപ്പം അത് ഉപയോഗിക്കുന്നതിലും വൈദഗ്ധ്യം നേടിയവരാണ് ഇസ്രായേലി സാങ്കേതിക വിദഗ്ധർ, സൈന്യം. ഒപ്പം തന്നെ ആ ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് തങ്ങൾ ഇതുവരെ അമേരിക്കയുമായി ചേർന്നാണ് തങ്ങളുടെ ആയുധങ്ങൾ, അതായത് ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യയും അമേരിക്കയുടെ നിർമ്മാണവുമായിരുന്നു മിക്കവാറും എല്ലാ ആയുധങ്ങൾക്ക്. ഇപ്പോൾ ഞങ്ങൾ മറ്റൊരു രാജ്യം കൂടി അതിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന്. അതിനു മുൻപ് തന്നെ അദാനി അടക്കമുള്ള കമ്പനികളുമായി ചേർന്നിട്ട് ഇസ്രായേൽ ഇന്ത്യയിലെ തോക്കുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ചെറിയ മിസൈലുകളും മറ്റുമൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ കമ്പനികൾ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നു. ഈ നരേന്ദ്രമോദിയുടെ വരവിന് മുൻപ് തന്നെ 32ഓളം ആയുധ കമ്പനികൾ, ഇന്ത്യൻ ആയുധ കമ്പനികളാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തി ഇസ്രായേലിലെ 29 ആയുധ കമ്പനികളുമായി ചർച്ച ചെയ്യുകയും ചില കരാറുകളിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. ആയുധങ്ങളുടെ ഡീറ്റെയിൽസുകളെ സംബന്ധിച്ചോ ഇല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക മികവിനുകളെ സംബന്ധിച്ചോ ഒന്നും ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടില്ല. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ. ന്യൂസ് ഇന്ത്യ.